നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ സജീവമാകാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. നമുക്കറിയാം നിയമസഭയിൽ അദ്ദേഹം ഒരു ദിവസം എത്തി മടങ്ങി. അതിനുശേഷം ഈ മണ്ഡലത്തിൽ സജീവമാകാനുള്ള പദ്ധതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം ആ ഒരു പദ്ധതി, അതായത് മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ അദ്ദേഹം ശക്തമാക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് അദ്ദേഹം ഇതാ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന വെല്ലുവിളികൾക്ക് നടുവിലാണ് നെഞ്ചുവിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തി. ഇനി എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാകുമോ, ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹം പാലക്കാട് എത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് AK ഷാനിബ് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് ഡിവൈഎഫ്ഐ നേതാവ് AK ഷാനിബ് പ്രതികരിച്ചു. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകുമെന്നും ഡിവൈഎഫ്ഐ നേതാവിന്റെ മുന്നറിയിപ്പ്. പ്രതിഷേധങ്ങൾക്കൊപ്പം ഡിവൈഎഫ്ഐയും ഉണ്ടാകുമെന്നും ഷാനിഫ് പറഞ്ഞു. ലൈംഗിക ആരോപണങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയത്. മുൻ മണ്ഡലം പ്രസിഡന്റ് സേവ്യറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത്. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് MLA മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചത്. രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ MLA ഓഫീസിന് സമീപം എത്തിയിരുന്നു. അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന കണക്കിലെടുത്ത് MLA ഓഫീസിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. KCU ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയും യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോവും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. സേവ്യറുടെ വീട്ടിൽ നിന്ന് രാഹുൽ ഇറങ്ങിയെങ്കിലും MLA ഓഫീസിലേക്ക് പോകുന്നില്ല എന്നാണ് സൂചനകൾ. എന്തായാലും ഈ വരും നിമിഷങ്ങളിൽ, മണിക്കൂറുകൾ അദ്ദേഹം MLA ഓഫീസിലേക്ക് എത്തുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. മറ്റു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് വിവരം കിട്ടുന്നത്. ശനിയാഴ്ച രാഹുൽ മണ്ഡലത്തിൽ എത്തുമെന്ന് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തു നിന്നുണ്ടായുള്ള പ്രതിഷേധമൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പാലക്കാട് എത്തിയതിനു പിന്നാലെ പ്രതികരണവുമായി പാലക്കാട് BJP നേതാവ് C കൃഷ്ണകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. ഒരു MLAയുടെ ഗതികേട് നോക്കണേ. സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒളിഞ്ഞു വരേണ്ടുന്ന ഗതികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് C കൃഷ്ണകുമാർ വിമർശിച്ചു. സ്വന്തം ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വാഹനത്തിൽ MLA ബോർഡ് വെച്ചുകൊണ്ട് വരേണ്ടുന്ന ഗതികേടിലാണ് പാലക്കാട് MLA ആയിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങളിൽ, ചടങ്ങുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിന് BJP എതിരല്ല, അത് BJP തടയില്ല. പക്ഷേ മറിച്ച് MLA എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ MLA എന്ന രീതിയിൽ ആ പദവി ഉപയോഗിച്ചുകൊണ്ടോ ഓഫീസ് പദവി ഉപയോഗിച്ചുകൊണ്ടോ ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് BJP എതിരാണ്. അത്തരത്തിൽ MLA എന്ന പദവിയിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനാണ്, അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുക്കാനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും BJP തടയുമെന്നാണ് C കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. ശക്തമായി പ്രതിഷേധിക്കുമെന്നും BJP വാണിംഗ് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിന് പോലും വേണ്ടാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും C കൃഷ്ണകുമാർ രൂക്ഷമായി പ്രതികരിച്ചു. അങ്ങനെയുള്ള ആളെ ജനങ്ങൾക്കും, അതായത് പാലക്കാടുകാർക്കും വേണ്ട, ഞങ്ങൾക്കും അത്തരത്തിൽ കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരു നേതാവിനെ ഞങ്ങൾക്കും വേണ്ട. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരും എന്നാണ് C കൃഷ്ണകുമാർ പറയുന്നത്. അതേസമയം രാഹുൽ ഇപ്പോൾ ഒളിഞ്ഞാണ് ആ മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ പാലക്കാടേക്ക് എത്തിയിരിക്കുന്നത് എന്നതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നു. ഒരു MLAക്ക് തന്റെ മണ്ഡലത്തിലേക്ക് ഒളിഞ്ഞു വരേണ്ടുന്ന ഗതികേട്, അതിനെ രൂക്ഷമായിട്ടാണ് C കൃഷ്ണകുമാർ വിമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒളിഞ്ഞു വന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇനി തെളിഞ്ഞു വരും എന്നൊരു ചോദ്യത്തിന് തെളിഞ്ഞു വരട്ടെ. അപ്പോൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇത്തരത്തിൽ തെളിഞ്ഞു വരേണ്ടുന്ന ഒരു നേതാവ് എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്രയും ദിവസം എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ? ജനങ്ങൾക്ക് മുന്നിൽ വരാനുള്ള ധൈര്യം മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നില്ല. അത് കാണിക്കേണ്ട സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കാണിച്ചില്ല. അതിന്റെ അർത്ഥം താൻ തെറ്റ് ചെയ്തു എന്നാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു MLAക്ക് ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ മാളത്തിൽ ഒളിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും C കൃഷ്ണകുമാർ പ്രതികരിക്കുന്നുണ്ട്. ഇത്രയും കാലം എന്തുകൊണ്ട് പാലക്കാട് വന്നില്ല? ഈ ആരോപണങ്ങൾ പിന്നിട്ട് 38ാമത്തെ ദിവസമാണ് രാഹുൽ ഇവിടെ എത്തുന്നത്. എന്തുകൊണ്ട്? അതായത് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ അത്തരത്തിൽ നേരത്തെ വരാൻ ധൈര്യം കാണിച്ചില്ല? അല്ലെങ്കിൽ തെറ്റുകൾ, ഈ ഒരു ആരോപണങ്ങളൊന്നും തള്ളാനുള്ള ധൈര്യം കാണിച്ചില്ല? കുറ്റങ്ങൾ നിഷേധിക്കാനായി
രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം രാഹുൽ തെറ്റുകാരനാണ് എന്നാണ് സി കൃഷ്ണകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. വ്യാജ ആരോപണങ്ങളായിരുന്നെങ്കിൽ നിയമ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചോ എന്ന ചോദ്യവും സി കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നിയമ നടപടി സ്വീകരിക്കുന്നില്ല, ആരോപണങ്ങൾ തള്ളുന്നില്ല, ഇത്തരത്തിൽ യാതൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല. അതിൽ നിന്നും വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ്, താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ട് എന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിക്കും രാഹുൽ തെറ്റുകാരനാണ് എന്ന കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട്. MLA ഓഫീസിൽ രാഹുലിനെ പ്രവേശിപ്പിക്കില്ലെന്നും സി കൃഷ്ണകുമാർ പറയുകയുണ്ടായി. BJP ഓഫീസ് ഉപരോധിക്കും, MLA ഓഫീസ് ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പാണ് BJP നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ഒരു MLA എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞു വരുന്നത് എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആരോടും പറയാതെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പത്രങ്ങളോട് പറഞ്ഞിട്ട് വന്നില്ല, അതായത് താൻ നാളെ മണ്ഡലത്തിലെത്തുമെന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ല, പറയാതെയാണല്ലോ എത്തിയിരിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താണ് എന്നടക്കമുള്ള ചോദ്യം സി കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് രാഹുലിന്റെ ഹീറോയിസം അല്ല എന്നാണ് BJP പറയുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചില ദൗത്യങ്ങളൊക്കെ രാഹുൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ എന്ന ചോദ്യത്തിന് സി കൃഷ്ണകുമാർ നൽകിയ മറുപടി ഇപ്രകാരമാണ്: ജനങ്ങൾ ഏൽപ്പിച്ച ദൗത്യമാണോ രാഹുൽ ഇതുവരെ നിറവേറ്റിയത്? വോയിസ് ക്ലിപ്പ്, അതുപോലെ തന്നെ മെസ്സേജുകൾ, സ്ക്രീൻഷോട്ടുകൾ, ഇതെല്ലാം, അതായത് ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ നിർബന്ധിപ്പിക്കുന്നു, മറ്റു ചില പെൺകുട്ടികൾക്ക് മോശമായ മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏൽപ്പിച്ച ദൗത്യമായിരുന്നോ രാഹുൽ ഇതുവരെ നിറവേറ്റിയത് എന്ന ചോദ്യവും സി കൃഷ്ണകുമാർ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നോ എന്നും സി കൃഷ്ണകുമാർ ചോദിച്ചു. ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുന്നതിനു പകരം മറ്റു കാര്യങ്ങൾക്ക് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതെന്നും സി കൃഷ്ണകുമാർ വിമർശിക്കുകയുണ്ടായി. ജനങ്ങളുടെ കാര്യത്തിലല്ല രാഹുലിന്റെ താല്പര്യം, അത് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. രാഹുലിന്റെ താല്പര്യം ജനനന്മയല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണമാണ് BJP നേതാവ് സി കൃഷ്ണകുമാർ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും MLA ഓഫീസ് ഉപരോധിക്കും, MLA എന്ന രീതിയിൽ യാതൊരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നൊരു വാർണിംഗ്, എന്നൊരു മുന്നറിയിപ്പ് BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ്. വരും ദിവസങ്ങൾ എങ്ങനെയാണ് പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയ രീതി മാറുന്നത്? രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം ഒരുപാട് ഇടങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. മാത്രമല്ല MLA ഓഫീസിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം, അവരുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? പാലക്കാട് ഒരു അക്ഷരാർത്ഥത്തിലൊരു രാഷ്ട്രീയ യുദ്ധക്കളമായി മാറുമോ എന്നടക്കമുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. മാത്രമല്ല രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. കാരണം ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട്. ഈ ഒരു സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ പാലക്കാട് എത്തിയാൽ തീർച്ചയായിട്ടും രാഹുലിലേക്കായിരിക്കും ഫോക്കസ് എത്തുക, രാഹുലിനെ കേന്ദ്രീകരിച്ചായിരിക്കും, രാഹുലിന്റെ പ്രതികരണം അറിയാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്നൊരു നിലപാട് ജില്ലാ നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾക്കിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ശേഷം ആദ്യമായാണ് രാഹുൽ പാലക്കാട് എത്തുന്നത്.